നമസ്കാരം. ലോകം മുഴുവൻ ഇപ്പോൾ ഒരേയൊരു പേരാണ് ചർച്ച ചെയ്യുന്നത്. സിപ്രി അഥവാ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്വീഡൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ആഗോള ആണവ ഗവേഷണ കേന്ദ്രം പുറത്തുവിട്ട 2026 ഇയർ ബുക്ക് അന്താരാഷ്ട്ര പ്രതിരോധ മേഖലയിൽ വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിലാദ്യമായി തങ്ങളുടെ 12 ആണവ പോർമുനകൾ പൂർണ്ണമായും യുദ്ധസജ്ജമാക്കി അതിർത്തിയിലോ അതീവ രഹസ്യമായി കടലിലോ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് സിപ്രിയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഭാരതത്തിന്റെ പ്രതിരോധ സേനകൾ അതീവ രഹസ്യമായി അതീവ തന്ത്രപരമായി നീക്കിയ ഈ കരുക്കൾ എങ്ങനെയാണ് സ്വീഡനിലിരിക്കുന്ന ഒരു ഏജൻസി കൃത്യമായി അറിഞ്ഞത്? നമ്മുടെ സൈന്യത്തിന്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും വിവരം ചോർത്തിയതാണോ? അതോ ഇതിന് പിന്നിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മറ്റൊരു മാസ്റ്റർ ക്ലാസ് കളി ഒളിഞ്ഞിരിപ്പുണ്ടോ? പ്രതിരോധ ലോകത്തെ അണിയറ രഹസ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കഥ മാറുകയാണ്. എന്താണ് സിപ്രി? ചാരന്മാരില്ലാത്ത അവർ എങ്ങനെ ഈ രഹസ്യം അറിഞ്ഞു? ആദ്യം തന്നെ എന്താണ് സിപ്രി എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വീഡനിലെ സ്റ്റോക്ക്ഹോം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര സ്ഥാപനമാണിത്. ലോകമെമ്പാടുമുള്ള ആയുധശേഖരം, യുദ്ധങ്ങൾ, സൈനിക ചെലവുകൾ, നിരായുധീകരണം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും പഠനങ്ങളും പുറത്തുവിടുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി. ഓരോ വർഷവും ഇവർ പുറത്തുവിടുന്ന സിപ്രി ഇയർ ബുക്ക് ലോകരാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രാലയങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കാറുള്ളത്. 2026 അവരുടെ പുതിയ റിപ്പോർട്ടാണിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ സ്വന്തമായി ഇന്റലിജൻസ് വിങ്ങോ ചാരന്മാരോ ഉള്ള സംഘടനയല്ല സിപ്രി. റോ പോലെയുള്ള CIA പോലുള്ള ഒരു ചാരസംഘടനയുമല്ല ഇത്. എന്നിട്ട് ഭാരതം അതീവ രഹസ്യമായി സൂക്ഷിച്ച ഈ തന്ത്രപ്രധാനമായ നീക്കം അവർ എങ്ങനെ അറിഞ്ഞു? വാണിജ്യ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചില ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്നുമാണ് തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചതെന്നാണ് സിപ്രി ഔദ്യോഗികമായി അവകാശപ്പെടുന്നത്. എന്നാൽ അന്താരാഷ്ട്ര നയതന്ത്രം അറിയുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ കൊണ്ട് മാത്രം ഒരു മിസൈലിനുള്ളിൽ ആണവ പോർമുന ഘടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി കണ്ടെത്തുക അസാധ്യമാണ്. അപ്പോൾ പിന്നെ സിപ്രിക്ക് ഈ വിവരം നൽകിയ ആ അജ്ഞാതനായ ഉദ്യോഗസ്ഥൻ ആരാണ്? അവിടെയാണ് ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ പേര് ഉയർന്നു വരുന്നത്. രാജ്യത്തിന്റെ രഹസ്യങ്ങൾ എങ്ങനെ കാക്കണമെന്നും എപ്പോൾ എങ്ങനെ പുറത്തുവിടണമെന്നും അജിത് ഡോവലിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ഡോവലിനെ കുറിച്ച് പ്രതിരോധ ലോകത്ത് പറയുന്ന ഒരു പ്രശസ്തമായ കഥയുണ്ട്. അദ്ദേഹം രാവിലെ കാപ്പി കുടിക്കുന്നതിന് മുൻപ് പാകിസ്ഥാന്റെ ISI എന്താണ് ചെയ്യുന്നതെന്ന് തിരക്കും. ഉച്ചഭക്ഷണത്തിന് മുൻപ് ചൈനയുടെ PLA അതിർത്തികളിലും ചൈനയ്ക്കുള്ളിലും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് വാഷിംഗ്ടൺ ഇന്ത്യക്കിട്ട് എന്ത് പണിയാണ് ഒപ്പിക്കുന്നതെന്ന് പരിശോധിക്കും. ഇതാണ് അജിത് ഡോവലിന്റെ പ്രവർത്തന ശൈലി. അങ്ങനെയുള്ള ഒരു കടുത്ത രാജ്യസ്നേഹിയായ മനുഷ്യൻ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആണവ രഹസ്യം ചുമ്മാതങ്ങ് അങ്ങാടിയിൽ പാട്ടാക്കില്ല എന്ന് ഏതൊരാൾക്കും അറിയാം. പക്ഷേ അന്താരാഷ്ട്ര യുദ്ധതന്ത്രത്തിൽ സ്ട്രാറ്റജിക് ലീക്കേജ് അഥവാ ശത്രുവിനെ ഭയപ്പെടുത്താൻ ചില വിവരങ്ങൾ ബോധപൂർവം ചോർത്തി നൽകുന്ന ഒരു തന്ത്രമുണ്ട്. ഭാരതം 12 ആണവ മിസൈലുകൾ ഏതു നിമിഷവും തൊടുക്കാവുന്ന രീതിയിൽ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ടെന്ന് ശത്രുക്കൾ അറിയണം. എന്നാൽ അത് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുമാകരുത്. ഒപ്പം പറയുന്ന ഏജൻസിക്ക് ആഗോളതലത്തിൽ വലിയ വിശ്വസ്തതയും വേണം. ഈ കൃത്യമായ കണക്ക് കൂട്ടലോടെ സിപ്രിക്ക് മുന്നിലേക്ക് വിവരങ്ങൾ എത്തിച്ചതിന് പിന്നിൽ ഡോവലിന്റെ ബുദ്ധിയാണെന്നത് മാധ്യമങ്ങളിലെ ശക്തമായ അഭ്യൂഹങ്ങൾ പറയുന്നു. ഇത് ശത്രുവിനെ മാനസികമായി തളർത്താനുള്ള ഒരു തന്ത്രം കൂടിയാണ്. ഭാരതത്തെ ആക്രമിക്കാൻ പദ്ധതിയിടുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം കെടുത്താൻ ഇതിലും നല്ലൊരു വഴി വേറെയുമില്ല. ഇന്ത്യ നേരിട്ട് പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് കാരണമായേക്കാം. എന്നാൽ സിപ്രിയെ പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഇത് പറയുമ്പോൾ അതിന് ആഗോളതലത്തിൽ വലിയ വിശ്വസ്തത ലഭിക്കുന്നു. ഭാരതത്തിന് മേൽ യാതൊരു കുറ്റവും വരുന്നുമില്ല. എന്തിനാണ് ഭാരതം ഇത്തരം ഒരു കടുത്ത നീക്കം നടത്തുന്നത്? അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ ന്യൂക്ലിയർ ഡിറ്ററൻസ് അഥവാ ആണവ പ്രതിരോധം എന്ന് വിളിക്കുന്നു. ആക്രമിക്കാനല്ല, നമ്മളെ ആക്രമിക്കാൻ വരുന്നവന്റെ മനസ്സിൽ ഭയം ജനിപ്പിച്ച് അവനെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പാകിസ്ഥാനേക്കാൾ ഉപരി ചൈനയെ ലക്ഷ്യം വെച്ചാണ് ഭാരതത്തിന്റെ ഈ പുതിയ കളി. ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ 190ഓളം ആണവ പോർമുനകൾ ഉണ്ടെന്നാണ് 2026 ഇയർ ബുക്ക് വ്യക്തമാക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഭാരതം പാകിസ്ഥാന്റെ ആണവ ശേഖരത്തെക്കാൾ 170 എണ്ണം മുന്നിലെത്തിക്കഴിഞ്ഞു. ഈ 190 എണ്ണത്തിൽ 12 എണ്ണമാണ് പെട്ടെന്ന് ആക്രമണം നടത്താൻ പാകത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. കടലിൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ആണവ അന്തർവാഹിനിയായ INS അരിധാമൻ പോലുള്ള കപ്പലുകളിൽ നിന്നോ അതിർത്തികളിലെ കാനിസ്റ്ററുകളിലോ ഇവ യുദ്ധസജ്ജമാണ്. ശത്രു രാജ്യം നമ്മളെ ഒന്ന് തൊട്ടാൽ തൽക്ഷണം ആണവാക്രമണം കൊണ്ട് തന്നെ ഭസ്മമാക്കി കളയുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ ഭാരതം നൽകുന്നത്. കരയിൽ നിന്നും തൊടുക്കാവുന്ന 12,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അഗ്നി 6 മിസൈലുകളിൽ വരെ ഈ പോർമുനകൾ ഘടിപ്പിക്കാനാകും. അതായത് ചൈനയിലെ ഏത് നഗരവും ഭാരതത്തിന്റെ ആണവ പരിധിയിലാണ് എന്ന് അർത്ഥം.
1998 ശേഷം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകളായി ഇന്ത്യ പിന്തുടരുന്ന ഒരു രീതിയുണ്ടായിരുന്നു. സമാധാനകാലത്ത് ആണവ പോർമുനകളും അവ തൊടുക്കാനുള്ള മിസൈലുകളും വേറെ വേറെ കേന്ദ്രങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത്. പെട്ടെന്നൊരു യുദ്ധമുണ്ടായാൽ മാത്രമേ അവ കൂട്ടിയോജിപ്പിക്കുകയുള്ളൂ. ഇത് ഭാരതത്തിന്റെ സമാധാനപ്രിയമായ നിലപാടിന്റെ തെളിവായിരുന്നു. എന്നാൽ മാറിയ ആഗോള സാഹചര്യങ്ങളും ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നുള്ള ഭീഷണികളും കണക്കിലെടുത്ത് ഭാരതം തങ്ങളുടെ ഈ പഴയ നയം തിരുത്തിയിരിക്കുകയാണ്. 2026 സിപ്രി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതാണ്. സമാധാനകാലത്ത് തന്നെ പോർമുനകൾ മിസൈലുകളുമായി ഘടിപ്പിച്ച് അതിർത്തികളിലും കടലിലും യുദ്ധസജ്ജമാക്കി നിർത്താൻ ഭാരതം തുടങ്ങിയിരിക്കുന്നു. ഈ വിവരമാണിപ്പോൾ സിപ്രിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കേട്ട് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഞെട്ടിയിരിക്കുന്നത് ചൈനയാണ്. ഭാരതത്തെ തൊട്ടാൽ കളി മാറുമെന്ന കൃത്യമായ സന്ദേശം ശത്രുക്കളുടെ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ഇതിലൂടെ സാധിച്ചു. ഈ ഒരു ശക്തമായ നിലപാടിലേക്ക് ഭാരതം എത്തിയത് ദശാബ്ദങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിലൂടെയാണ്. ഇന്ത്യയുടെ ആണവ ചരിത്രം പരിശോധിച്ചാൽ അത് ധീരതയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഥയാണ്. അത് ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് രാജസ്ഥാനിലെ പൊക്രാനിൽ ഭാരതം തങ്ങളുടെ ആദ്യ ആണവ പരീക്ഷണം വിജയകരമായി നടത്തി. 1974 മെയ് 18 ലോകത്തെ ഞെട്ടിച്ച ആ നീക്കം. ഇതൊരു സമാധാനപരമായ പരീക്ഷണമായാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. എന്നാൽ ആഗോളതലത്തിൽ ഭാരതത്തിന് മേൽ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഇതിന് കാരണമായി. ലോകശക്തികൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ നോക്കിയെങ്കിലും ഭാരതത്തിന്റെ ശാസ്ത്രജ്ഞർ തളർന്നില്ല. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ലോകത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഭാരതം തുടർച്ചയായ 5 ആണവ പരീക്ഷണങ്ങൾ നടത്തിയത്. അമേരിക്കയുടെ അത്യാധുനിക ചാര ഉപഗ്രഹങ്ങളുടെ കണ്ണുവെട്ടിച്ചാണ് ഭാരതത്തിന്റെ ശാസ്ത്രജ്ഞരും സൈന്യവും ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ഭാരതം ഒരു പൂർണ്ണ ആണവായുധ രാജ്യമായി സ്വയം പ്രഖ്യാപിച്ച നിമിഷമായിരുന്നു അത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ദൗത്യം വിജയം കണ്ടത്. ആണവ പരീക്ഷണത്തിന് ശേഷം ഭാരതം പ്രഖ്യാപിച്ച ഏറ്റവും സുപ്രധാനമായ നയമാണിത്. ഭാരതം ഒരിക്കലും ഒരു രാജ്യത്തിന് നേരെയും ആദ്യമായി ആണവായുധം പ്രയോഗിക്കില്ല. എന്നാൽ ഏതെങ്കിലും രാജ്യം ഭാരതത്തിന് നേരെ ആണവാക്രമണം നടത്തിയാൽ തിരിച്ചു നടത്തുന്ന പ്രതികാരം ആ രാജ്യത്തിന്റെ സർവനാശത്തിന് കാരണമാകുന്ന രീതിയിലുള്ള അതിശക്തമായ തിരിച്ചടിയായിരിക്കും. സിപ്രിയുടെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ ലോകത്തെ പ്രമുഖ ശക്തികളെല്ലാം പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ഈ പുതിയ നയതന്ത്ര നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ഭാരതത്തെ നിരന്തരം പ്രകോപിക്കാൻ നോക്കുന്ന ചൈനയ്ക്ക് ഇതൊരു കനത്ത പ്രഹരമാണ്. തങ്ങളുടെ ബെയ്ജിംഗ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളെല്ലാം ഭാരതത്തിന്റെ ആണവ പരിധിയിലാണെന്ന തിരിച്ചറിവ് അവരെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് ഭാരതത്തിന്റെ ഈ വൻ കുതിച്ചുചാട്ടം താങ്ങാവുന്നതിലും അപ്പുറമാണ്. ആണവ പോർമുനകളുടെ എണ്ണത്തിൽ ഇന്ത്യ തങ്ങളെ മറികടന്നു എന്ന വാർത്ത അവരുടെ സൈനിക നേതൃത്വത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ വിശ്വസ്തതയും പ്രതിരോധ കരുത്തിനെയും അമേരിക്ക എപ്പോഴും ബഹുമാനിക്കുന്നുണ്ട് എങ്കിലും അഗ്നി 6 പോലുള്ള ദീർഘദൂര മിസൈലുകളുടെ വിന്യാസം അവരും അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. 2026 സിപ്രി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഒന്നു മാത്രമാണ്: ഭാരതം ഇനി ആരുടെയും ഭീഷണികൾക്ക് മുമ്പിൽ തലകുനിക്കില്ല. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തവും യുദ്ധസജ്ജവുമായി മാറിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിൽ ഭാരതത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന ഈ നീക്കത്തിന് പിന്നിൽ അജിത് ഡോവലിന്റെ അതിമാനുഷികമായ ബുദ്ധിയും നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളുമാണെന്നാണ് വിലയിരുത്തൽ. ശത്രുക്കളുടെ ഏത് നീക്കത്തെയും തൽക്ഷണം തകർക്കാൻ പാകത്തിൽ ഭാരതം ഇന്ന് സജ്ജമാണ്. ഭാരതം സുരക്ഷിതമായ കൈകളിലാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.